അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആന്റെ തണലിൽ ജീവിക്കുക എന്നുള്ളൊരു ഭാഗ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളനുസരിച്ച് ജീവിക്കുക എന്നുള്ളൊരു ഭാഗ്യം, അതൊരു മനുഷ്യന് ഭൗതിക ലോകത്ത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങക്ക് ഏറ്റവും അധികം വേദന ഉളവാക്കിയ സംഗതി ഏതാണ്? വഹദാണോ എന്ന് ചോദിക്കുമ്പോൾ ആയിഷാബിയുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹദിന്റെ ദിവസം അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വരുന്നുണ്ട്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുന്നത്, ഇങ്ങനെ ചില സഹാബത്തിന്റെ രക്തസാക്ഷിത്വം, അതിനുമപ്പുറം മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശരീരത്തിനേറ്റ പരിക്കുകൾ, ധാരധാരയായി ഒഴുകിയ രക്തത്തുള്ളികൾ, ഈ ഒരു സംഭവം പറയുമെന്നാണ് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ മനസ്സിൽ കരുതിയത്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചിന്തയെ കീറിമുറിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയിഷ, എന്നെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയ ദിവസം അത് തായിഫാണ്. ആയിഷ റളിയല്ലാഹു ചോദിക്കും, അതെന്താ നബിയെ? ഉഹദല്ലേ അങ്ങേക്ക് പരിക്കുകൾ സമ്മാനിച്ചത്? ഉഹദല്ലേ അങ്ങേക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? പിന്നെ എങ്ങനെ അങ്ങേക്ക് തായിഫ് വേദന ഉണ്ടാക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തായിഫ് വേദനിപ്പിച്ചത് എൻ്റെ മനസ്സിനെയാണ്. വലിയ പ്രതീക്ഷയിലാണ് ഞാൻ തായിഫിലേക്ക് കടന്നു ചെന്നത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ചെന്ന് മാത്രമല്ല, എൻ്റെ മനസ്സിനെ ആ തായിഫ് നിവാസികൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പ്രിയമുള്ളൊരു ചരിത്രം നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പലപ്പോഴും പല ആളുകളെയും തമാശ രൂപേണെങ്കിലും കളിയാക്കാറുണ്ട്. ചില ആളുകളെ നമ്മൾ കുത്തി നോവിക്കാറുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ചില ആളുകളുടെ വൈകല്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അവരെ ആക്ഷേപിക്കാറുണ്ട്. ചില ആളുകളുടെ ന്യൂനതകളെ എടുത്തു കാണിച്ച് നമ്മൾ അവരെ ചെറുതായി ചിത്രീകരിക്കാറുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കി, വൈലിൽ ഹുമസത്തിൽ ലുമസ, അല്ലെ? കുത്തുവാക്ക് പറയുന്ന ആളുകൾക്ക് നാശമെന്നുള്ള ഒരു പ്രഖ്യാപനം ഖുർആൻ നടത്തുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന പ്രവർത്തനം ഒരു മുഅ്മിനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് ഏറ്റവും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രവർത്തനമായിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ എണ്ണിയിരിക്കുന്നത്. അതാണ് ഉഹദിനേക്കാൾ അധികം തായിഫാണ് എന്നെ വേദനിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ രണ്ടും അപകടമാണ്. ഏതാണ് ഉണ്ടാവുന്നത് ആ വിഷയത്തിൽ നമ്മൾ തിരിച്ചു നടക്കൽ അനിവാര്യമാണ്. വേദനിപ്പിച്ച ആളുകളെ സാന്ത്വനപ്പെടുത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണെന്ന് കൂടി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഹദീസുകളിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ചിന്തകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ജീവിതത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ ജീവിതത്തോട് ചേർത്ത് നിർത്താനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു.